ഹായ് ഫ്രണ്ട്സ്, ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് താമരശ്ശേരി വരെ പോവാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതാ ഞങ്ങൾ മഴ ആയതുകൊണ്ടാണ് ബസ് പോയത്, അല്ലെങ്കിൽ വണ്ടി എടുത്ത് നേരെ പോയാൽ മതിയേനും. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങളിങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ വഴിയിൽ ഒരു പൂക്കട കണ്ടിട്ടോ. അപ്പോൾ പൂക്കട നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതാ ഒരു പച്ച കളർ പൂ കണ്ടിട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അന്നപ്പോൾ ഓലിനോട് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് തീരെ ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് അതിൻ്റെ പേര് കിട്ടാത്തതുകൊണ്ട് എന്തോ ഒരു ഇടങ്ങേറ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അടുത്ത പൂക്കളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, അപ്പോൾ അതിൻ്റെ വിലയൊക്കെ കുറച്ച് നേരം ചോദിച്ച് നിന്ന്. അതിന് ഞങ്ങൾ പിന്നെ വരട്ടോ, ഞങ്ങൾ ഈ വഴിക്ക് വന്നതാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അതിലെങ്ങനെ പോയി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ സമയമൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് വാച്ചിൻ്റെ ബാറ്ററി തീർന്നതാണ്, അതുകൊണ്ടാണ് എനിക്ക് സമയം പോകാത്തതെന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വാച്ച് വേഗം ഊരി കൊടുത്തു. അതിൽ ബാറ്ററി ഇടുന്ന ആ സമയം എന്തെങ്കിലുമൊക്കെ അവിടെ നോക്കിക്കണ്ട്. അപ്പോൾ അതവിടെ നല്ല വെറൈറ്റി ക്ലോക്കുകളൊക്കെ കണ്ട് ഈ ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, ഇതിൻ്റെ നേരെ താഴത്തുള്ള ഈ ക്ലോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറ്റൂഷക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈറ്റ ക്ലോക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് തന്നാൽ മതി കേട്ടോ, ഞാൻ സന്തുഷ്ടയായിരിക്കും. അപ്പോൾ അതാ ചേട്ടൻ തിരക്കിട്ട് വാച്ചിൻ്റെ ബാറ്ററിയൊക്കെ മാറ്റിക്ക് തന്ന്. ഇനി നമുക്ക് സമയം പോവോ നോക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കണം. നല്ല മഴയൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ അത് ഇഷ്ടം പോലെ കടിയൊക്കെ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ചിക്കൻ കട്ട്ലേറ്റും നല്ല സ്ട്രോങ് അല്ല മീഡിയം ചായയും വാങ്ങി കുടിച്ചു. അങ്ങനെ ബസ് കയറാൻ പോകുമ്പോഴാണ് ഒരു കടൻ്റെ മുമ്പിൽ ഒരു അമ്മയും കുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. എന്തോ നോക്കി നിൽക്കുക തോന്നുന്നു, പക്ഷേ ഞാനൊന്നും ചോദിച്ചില്ല കേട്ടോ, പാവല്ലേ നോക്കിയിരുന്നോട്ടെ. അങ്ങനെ ബസ് കത്തിക്കുമ്പോൾ നമ്മളെ പ്രിയദർശിനി വന്നു. പക്ഷേ ഞങ്ങൾ ആ റൂട്ടിന് ഈ സമയത്ത് പ്രിയദർശിനി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം പ്രൈവറ്റ് ബസ് തന്നെ പിടിച്ചു. അങ്ങനെ നേരെ നമ്മളെ നാട്ടിലെത്തിയിട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കും തിരക്കും ഒക്കെ ആയിക്കും കേട്ടോ. അവസാനം ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ ബസ് ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് ബസ്സിൻ്റെ വൈക്കും പോയി. ശരി.